നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. യുകെയിലെ ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിവസമായിരുന്നു ശനിയാഴ്ചയെന്ന് രേഖപ്പെടുത്തി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഈസ്റ്റ് സക്സസിലെ ഹേഴ്സ്റ്റ് മോൺസെക്സിൽ താപനില 25.9% ഉയർന്നു. നോർത്തേൺ അയർലൻഡ് യുകെയിൽ നിന്ന് വിട്ടുപോയി ഐറിഷ് റിപ്പബ്ലിക്കുമായി ചേർന്ന് ഏകീകൃത അയർലൻഡ് രൂപീകരിക്കുവാനുള്ള സാധ്യതയെന്ന് റിപ്പോർട്ട്. ആവശ്യം ശക്തിപ്പെടുത്തി DUP സ്ഥാപക നേതാവ് വാലസ് തോംസൺ രംഗത്ത്. കോവിഡിനെ കുറിച്ച് വിവരം നൽകിയ ചൈനീസ് മാധ്യമ പ്രവർത്തകയ്ക്ക് 4 വർഷത്തിന് ശേഷം ജയിൽ മോചനം. സിറ്റിസൺ ജേർണലിസ്റ്റ് ഷാങ് ഷാനെയാണ് 4 വർഷത്തെ തടവിന് ശേഷം ചൈന മോചിപ്പിച്ചത്. പലസ്തീന്റെ UN അംഗത്വത്തിൽ 143 രാജ്യങ്ങൾ അനുകൂല വോട്ട് രേഖപ്പെടുത്തി. UN ചാർട്ടർ 4-ാം വകുപ്പ് പ്രകാരമുള്ള അംഗത്വത്തിന് പലസ്തീന് അർഹതയുണ്ടെന്നായിരുന്നു പ്രമേയ ഉള്ളടക്കം. അഫ്ഗാനിസ്ഥാനിൽ മിന്നൽ പ്രളയം, മരണസംഖ്യയും നാശനഷ്ടവും കൂടാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. സംസ്ഥാനത്തെ ജില്ലകളുടെ പേര് കടലാസ് നോക്കാതെ പറയാൻ കഴിയുമോ എന്ന ചോദ്യം ഒഡീഷ മുഖ്യമന്ത്രിയോട് ഉന്നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാണ്ടാമലിലെ പൊതുയോഗത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വെല്ലുവിളി നിറഞ്ഞ ചോദ്യം. മോദിയുമായി തുറന്ന സംവാദത്തിന് തയ്യാറെന്ന് ക്ഷണം സ്വീകരിച്ച് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി സംവാദത്തിന് തയ്യാറാകുമ്പോൾ സ്ഥലവും സമയവും അടക്കം കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിംഗപ്പൂരിലെ തെരഞ്ഞെടുപ്പിന് പോയതാകുമെന്ന് പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രക്കെതിരെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരിഹാസം. ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും അപമാനിച്ച ഹരിഹരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് DYFI. ഹരിഹരൻ നടത്തിയ പ്രസംഗം സാംസ്കാരിക കേരളത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും DYFI വ്യക്തമാക്കി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെ 18 റൺസിന് വീഴ്ത്തി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫിൽ. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുത്തു. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കൂ.